ഹായ് ഫ്രണ്ട്സ്, ഇന്നത്തെ വീഡിയോയിൽ പറയുന്നത് കൊറിന്തോസുകാർക്ക് എഴുതിയ രണ്ടാം ലേഖനം അധ്യായം 11 ചോദ്യോത്തരങ്ങളാണ്. ഈ അധ്യായത്തിൽ മൊത്തം 23 വാക്യങ്ങളുണ്ട്. കപട അപ്പസ്തോലന്മാരെ പറ്റിയും അപ്പസ്തോലന്റെ സ്ഥാനത്തെ പറ്റിയുമാണ് ഈ അധ്യായത്തിൽ വിവരിച്ചിരിക്കുന്നത്. ഇനി നമുക്ക് ചോദ്യോത്തരങ്ങളിലേക്ക് കടക്കാം. ഒന്നാമത്തെ ചോദ്യം, അല്പം എന്ത് സംസാരിക്കുന്നത് നിങ്ങൾ സഹിക്കുമെന്ന് പ്രതീക്ഷിക്കുന്നു എന്നാണ് ശ്ലീഹ പറഞ്ഞത്? അല്പം ഭോഷത്വം സംസാരിക്കുന്നത്. രണ്ടാമത്തെ ചോദ്യം, നിങ്ങൾ ഇപ്പോൾ തന്നെ എന്നോട് എന്തു കാണിക്കുന്നുണ്ടല്ലോ എന്നാണ് ശ്ലീഹ പറഞ്ഞത്? സഹിഷ്ണുത. മൂന്നാമത്തെ ചോദ്യം, ശ്ലീഹായ്ക്ക് കോരിന്തോസുകാരോട് എങ്ങനെയുള്ള അസൂയ തോന്നുന്നു എന്നാണ് ശ്ലീഹ പറഞ്ഞത്? ദൈവികമായ അസൂയ. നാലാമത്തെ ചോദ്യം, ആരെ ആർക്ക് എന്നതുപോലെ നിങ്ങളെ ക്രിസ്തുവിന് സമർപ്പിക്കേണ്ടതിന് ക്രിസ്തുവുമായി നിങ്ങളുടെ വിവാഹ നിശ്ചയം ഞാൻ നടത്തി എന്നാണ് ശ്ലീഹ പറഞ്ഞത്? നിർമ്മലയായ വധുവിനെ അവളുടെ ഭർത്താവിന് എന്നതുപോലെ. അഞ്ചാമത്തെ ചോദ്യം, സർപ്പം ആരെയാണ് തന്ത്രപൂർവം ചതിച്ചത്? ഹൗവായെ. ആറാമത്തെ ചോദ്യം, നിങ്ങളുടെ ചിന്തകൾ എന്തിൽ നിന്നൊക്കെ വ്യതിചലിക്കപ്പെടുമോ എന്ന് ഞാൻ ഭയപ്പെടുന്നു എന്നാണ് ശ്ലീഹ പറഞ്ഞത്? ക്രിസ്തുവിലുള്ള ലാളിത്യത്തിലും വിശുദ്ധിയിലും നിന്ന്. ഏഴാമത്തെ ചോദ്യം, ആരെ തന്ത്രപൂർവം ചതിച്ചതുപോലെ നിങ്ങളുടെ ചിന്തകൾ ക്രിസ്തുവിലുള്ള ലാളിത്യത്തിലും വിശുദ്ധിയിലും നിന്നും വ്യതിചലിക്കപ്പെടുമോ എന്ന് ഞാൻ ഭയപ്പെടുന്നു എന്നാണ് ശ്ലീഹ പറഞ്ഞത്? സർപ്പം ഹൗവായെ തന്ത്രപൂർവം ചതിച്ചതുപോലെ. എട്ടാമത്തെ ചോദ്യം, ഞങ്ങൾ പ്രസംഗിച്ചതല്ലാത്ത മറ്റൊരു ആരെങ്കിലും വന്ന് പ്രസംഗിക്കുകയോ ചെയ്താൽ നിങ്ങൾ അനായാസം അതിനെല്ലാം കീഴടങ്ങുകയായിരിക്കും ചെയ്യുക? യേശുവിനെ. ഒമ്പതാമത്തെ ചോദ്യം, നിങ്ങൾ സ്വീകരിച്ചതല്ലാത്ത മറ്റൊരു എന്തിനെ നിങ്ങൾ സ്വീകരിക്കുകയോ ചെയ്താൽ നിങ്ങൾ അനായാസം അതിനെല്ലാം കീഴടങ്ങുകയായിരിക്കും ചെയ്യുക? മറ്റൊരു ആത്മാവിനെ. പത്താമത്തെ ചോദ്യം, നിങ്ങൾ കൈക്കൊണ്ടതല്ലാത്ത മറ്റൊരു എന്തിനെ നിങ്ങൾ കൈക്കൊള്ളുകയോ ചെയ്താൽ നിങ്ങൾ അനായാസം അതിനെല്ലാം കീഴടങ്ങുകയായിരിക്കും ചെയ്യുക? മറ്റൊരു സുവിശേഷം. 11ാമത്തെ ചോദ്യം, ആരെക്കാൾ ഒട്ടും കുറഞ്ഞവനല്ല ഞാൻ എന്നാണ് എൻ്റെ വിശ്വാസം എന്നാണ് ശ്ലീഹ പറഞ്ഞത്? ഈ അപ്പസ്തോല പ്രമാണികളെക്കാൾ. 12ാമത്തെ ചോദ്യം, എനിക്ക് എന്ത് കുറവായിരിക്കാം എന്നാണ് ശ്ലീഹ പറഞ്ഞത്? പ്രസംഗ ചാതുര്യം. 13ാമത്തെ ചോദ്യം, എനിക്ക് പ്രസംഗ ചാതുര്യം കുറവായിരിക്കാം, എങ്കിലും എന്തിൽ ഞാൻ പിന്നോക്കമല്ല എന്നാണ് ശ്ലീഹ പറഞ്ഞത്? അറിവിൽ. 14ാമത്തെ ചോദ്യം, ഞാൻ അറിവിൽ പിന്നോക്കമല്ല എന്ന് ഞങ്ങൾ എങ്ങനെ വെളിപ്പെടുത്തിയിട്ടുണ്ടല്ലോ എന്നാണ് ശ്ലീഹ പറഞ്ഞത്? എല്ലാ കാര്യങ്ങളിലും എല്ലാ വിധത്തിലും വെളിപ്പെടുത്തിയിട്ടുണ്ടല്ലോ എന്ന്. 16ാമത്തെ ചോദ്യം, ദൈവത്തിൻ്റെ സുവിശേഷം എങ്ങനെ പ്രസംഗിച്ചുകൊണ്ട് നിങ്ങളുടെ ഉത്കർഷത്തിനു വേണ്ടി ഞാൻ എന്നെ തന്നെ താഴ്ത്തിയത് തെറ്റാണോ എന്നാണ് ശ്ലീഹ ചോദിച്ചത്? പ്രതിഫലം കൂടാതെ. 16ാമത്തെ ചോദ്യം, കോരിന്തോസുകാരെ ശുശ്രൂഷിക്കുന്നതിന് വേണ്ടി ആരിൽ നിന്ന് സഹായം സ്വീകരിച്ചുകൊണ്ട് ഞാൻ അവരെ കവർച്ച ചെയ്യുകയായിരുന്നു എന്നാണ് ശ്ലീഹ പറഞ്ഞത്? മറ്റു സഭകളിൽ നിന്ന് സഹായം സ്വീകരിച്ചുകൊണ്ട്. 17ാമത്തെ ചോദ്യം, കൊറിന്തോസുകാരുടെ കൂടെ ആയിരിക്കുമ്പോൾ ശ്ലീഹായ്ക്ക് എന്തുണ്ടായെങ്കിലും ആരെയും ഞാൻ ബുദ്ധിമുട്ടിച്ചില്ല എന്നാണ് ശ്ലീഹ പറഞ്ഞത്? ഞെരുക്കം ഉണ്ടായെങ്കിലും. 18ാമത്തെ ചോദ്യം, ശ്ലീഹ കോരിന്തോസിലായിരുന്നപ്പോൾ എവിടെ നിന്ന് വന്ന സഹോദരന്മാരാണ് ശ്ലീഹായുടെ ആവശ്യങ്ങൾ നിറവേറ്റിത്തന്നത് എന്നാണ് ശ്ലീഹ പറഞ്ഞത്? മക്കദോനിയയിൽ നിന്ന് വന്ന സഹോദരന്മാർ. 19ാമത്തെ ചോദ്യം, കോറിന്തോസുകാരെ എങ്ങനെ ബുദ്ധിമുട്ടിക്കാതിരിക്കാൻ ഞാൻ ശ്രദ്ധിച്ചു എന്നാണ് ശ്ലീഹ പറഞ്ഞത്? ഒരു പ്രകാരത്തിലും. 20ാമത്തെ ചോദ്യം, എന്ത് എന്നിലുള്ളതുകൊണ്ട് എൻ്റെ ഈ പ്രശംസ അക്കായ പ്രദേശങ്ങളിൽ കേൾക്കപ്പെടാതിരിക്കുകയില്ല എന്നാണ് ശ്ലീഹ പറഞ്ഞത്? ക്രിസ്തുവിൻ്റെ സത്യം എന്നിലുള്ളതുകൊണ്ട്. 21ാമത്തെ ചോദ്യം, എന്ത് വൻപ് പറയുന്നവരുടെ അവകാശവാദം ഞങ്ങൾ ഖണ്ഡിക്കുകയും ചെയ്യും എന്നാണ് ശ്ലീഹ പറഞ്ഞത്? തങ്ങളുടെ പ്രേക്ഷിതവേല ഞങ്ങളുടേതുപോലെ തന്നെയാണെന്ന് വൻപ് പറയുന്നവരുടെ. 22ാമത്തെ ചോദ്യം, തങ്ങളുടെ പ്രേക്ഷിതവേല ഞങ്ങളുടേതുപോലെ തന്നെയാണെന്ന് വൻപ് പറയുന്നവരുടെ അവകാശവാദം ഞങ്ങൾ എങ്ങനെ ഖണ്ഡിക്കുകയും ചെയ്യും എന്നാണ് ശ്ലീഹ പറഞ്ഞത്? ഞാനിപ്പോൾ ചെയ്യുന്നത് തുടർന്നും ചെയ്യും. അങ്ങനെ
23-ാമത്തെ ചോദ്യം. തങ്ങളുടെ പ്രേക്ഷിതവേല ഞങ്ങളുടേതുപോലെ തന്നെയാണെന്ന് വൻപ് പറയുന്നവർ ആരാണെന്നാണ് ശ്ലീഹ പറയുന്നത്? കപടനാട്യക്കാരായ അപ്പസ്തോലന്മാരും വഞ്ചകരായ ജോലിക്കാരും ക്രിസ്തുവിൻ്റെ അപ്പസ്തോലന്മാരായി വ്യാജവേഷം ധരിച്ചവരുമാണ്. 24-ാമത്തെ ചോദ്യം. ആര് പോലും പ്രഭാപൂർണനായ ദൈവദൂതനായി വേഷം കെട്ടാറുണ്ടല്ലോ എന്നാണ് ശ്ലീഹ പറയുന്നത്? പിശാച് പോലും. 25-ാമത്തെ ചോദ്യം. പിശാചിൻ്റെ ശുശ്രൂഷകരും ആരുടെ ശുശ്രൂഷകരായി വേഷം കെട്ടുന്നെങ്കിൽ അതിൽ എന്ത് അത്ഭുതം എന്നാണ് ശ്ലീഹ ചോദിച്ചത്? നീതിയുടെ ശുശ്രൂഷകരായി. 26-ാമത്തെ ചോദ്യം. പൂരിപ്പിക്കുക. അവരുടെ പരിണാമം അവരുടെ ഡാഷ് അനുസൃതമായിരിക്കും. പ്രവൃത്തികൾക്കനുസൃതമായിരിക്കും. 27-ാമത്തെ ചോദ്യം. എന്നെ ആരായി ആരും കരുതരുത് എന്ന് ഞാൻ ആവർത്തിച്ചു പറയുന്നു എന്നാണ് ശ്ലീഹ പറഞ്ഞത്? ഭോഷനായി. 28-ാമത്തെ ചോദ്യം. എനിക്ക് അല്പം ആത്മപ്രശംസ ചെയ്യേണ്ടതിന് എന്നെ ആരായി തന്നെ സ്വീകരിക്കുവിൻ എന്നാണ് ശ്ലീഹ പറഞ്ഞത്? ഭോഷനായി. 29-ാമത്തെ ചോദ്യം. പൂരിപ്പിക്കുക. കർത്താവിൻ്റെ അധികാരത്തോടെയല്ല, പ്രത്യുത ഡാഷിലുള്ള ഈ ദൃഢവിശ്വാസത്തോടെ ഒരു ഭോഷനെ പോലെയാണ് ഞാൻ സംസാരിക്കുന്നത്. ആത്മപ്രശംസയിലുള്ള. 30-ാമത്തെ ചോദ്യം. പലരും എന്ത് കാര്യങ്ങളെപ്പറ്റി പ്രശംസിക്കാറുള്ളതുപോലെ ഞാനും പ്രശംസിക്കും എന്നാണ് ശ്ലീഹ പറഞ്ഞത്? ലൗകിക കാര്യങ്ങളെപ്പറ്റി. 31-ാമത്തെ ചോദ്യം. ബുദ്ധിമാന്മാരായ നിങ്ങൾ ആരോട് സന്തോഷപൂർവ്വം സഹിഷ്ണുത കാണിക്കാറുണ്ടല്ലോ എന്നാണ് ശ്ലീഹ പറഞ്ഞത്? വിഡ്ഢികളോട്. 32-ാമത്തെ ചോദ്യം. കോറിന്തോസുകാർ ആരോടൊക്കെ സഹിഷ്ണുത പുലർത്തുന്നുണ്ടല്ലോ എന്നാണ് ശ്ലീഹ പറഞ്ഞത്? നിങ്ങളെ അടിമകളാക്കുകയും കൊള്ളയടിക്കുകയും ചൂഷണം ചെയ്യുകയും അഹങ്കരിക്കുകയും നിങ്ങളുടെ മുഖത്തടിക്കുകയും ചെയ്യുന്നവരോട്. 33-ാമത്തെ ചോദ്യം. എന്ത് ഒരു ഭോഷനെ പോലെ ഞാൻ പറയുന്നു എന്നാണ് ശ്ലീഹ പറഞ്ഞത്? ആരെങ്കിലും പ്രശംസിക്കാൻ ധൈര്യപ്പെടുന്ന എന്തിനെക്കുറിച്ചും പ്രശംസിക്കാൻ ഞാനും ധൈര്യപ്പെടുമെന്ന് ഒരു ഭോഷനെ പോലെ ഞാൻ പറയുന്നു എന്ന്. 34-ാമത്തെ ചോദ്യം. പൂരിപ്പിക്കുക. അവർ ഹെബ്രായരാണോ? ഞാനും ഡാഷ് അതെ. 35-ാമത്തെ ചോദ്യം. പൂരിപ്പിക്കുക. അവർ ഇസ്രായേൽക്കാരാണോ? ഞാനും ഡാഷ് അതെ. 36-ാമത്തെ ചോദ്യം. പൂരിപ്പിക്കുക. അവർ അബ്രാഹത്തിൻ്റെ സന്തതികളാണോ? ഞാനും ഡാഷ് അതെ. 37-ാമത്തെ ചോദ്യം. അവർ ക്രിസ്തുവിൻ്റെ ദാസന്മാരാണോ? ഉന്മത്തനെപ്പോലെ ഞാനും പറയുന്നു, ഞാൻ കുറേക്കൂടെ ഡാഷ് ദാസനാണ്, മെച്ചപ്പെട്ട ദാസനാണ്. 38-ാമത്തെ ചോദ്യം. അവരെക്കാൾ വളരെയേറെ ഞാൻ എന്തു ചെയ്തു എന്നാണ് ശ്ലീഹ പറഞ്ഞത്? അധ്വാനിച്ചു. 39-ാമത്തെ ചോദ്യം. വളരെ കൂടുതൽ എന്ത് അനുഭവിച്ചു എന്നാണ് ശ്ലീഹ പറഞ്ഞത്? കാരാഗ്രഹവാസം അനുഭവിച്ചു. 40-ാമത്തെ ചോദ്യം. എണ്ണമറ്റ വിധം എന്ത് ഏറ്റു എന്നാണ് ശ്ലീഹ പറഞ്ഞത്? പ്രഹരമേറ്റു. 41-ാമത്തെ ചോദ്യം. പലതവണ എന്തിൽ അകപ്പെട്ടു എന്നാണ് ശ്ലീഹ പറഞ്ഞത്? മരണവക്രത്തിൽ. 42-ാമത്തെ ചോദ്യം. എത്ര പ്രാവശ്യം യഹൂദരുടെ കൈകളിൽ നിന്ന് ഒന്നു കുറയെ 40 അടി വീതം ഞാൻ കൊണ്ടു എന്നാണ് ശ്ലീഹ പറഞ്ഞത്? 5 പ്രാവശ്യം. 43-ാമത്തെ ചോദ്യം. 5 പ്രാവശ്യം ആരുടെ കൈകളിൽ നിന്ന് ഒന്നു കുറയെ 40 അടി വീതം ഞാൻ കൊണ്ടു എന്നാണ് ശ്ലീഹ പറഞ്ഞത്? യഹൂദരുടെ കൈകളിൽ നിന്ന്. 44-ാമത്തെ ചോദ്യം. 5 പ്രാവശ്യം യഹൂദരുടെ കൈകളിൽ നിന്ന് എത്ര അടി കൊണ്ടു എന്നാണ് ശ്ലീഹ പറഞ്ഞത്? ഒന്നു കുറയെ 40 അടി വീതം ഞാൻ കൊണ്ടു എന്ന്. 45-ാമത്തെ ചോദ്യം. എത്ര പ്രാവശ്യം വടികൊണ്ടടിക്കപ്പെട്ടു എന്നാണ് ശ്ലീഹ പറഞ്ഞത്? 3 പ്രാവശ്യം. 46-ാമത്തെ ചോദ്യം. എത്ര പ്രാവശ്യം കല്ലെറിയപ്പെട്ടു എന്നാണ് ശ്ലീഹ പറഞ്ഞത്? ഒരിക്കൽ. 47-ാമത്തെ ചോദ്യം. എത്ര പ്രാവശ്യം കപ്പലപകടത്തിൽപ്പെട്ടു എന്നാണ് ശ്ലീഹ പറഞ്ഞത്? 3 പ്രാവശ്യം. 48-ാമത്തെ ചോദ്യം. എത്ര നേരം കടലിൽ ഒഴുകി നടന്നു എന്നാണ് ശ്ലീഹ പറഞ്ഞത്? 1 രാത്രിയും 1 പകലും. 49-ാമത്തെ ചോദ്യം. തുടരെയുള്ള യാത്രകൾക്കിടയിൽ എവിടെയൊക്കെ വെച്ച് എനിക്ക് അപകടങ്ങളുണ്ടായി എന്നാണ് ശ്ലീഹ പറഞ്ഞത്?
നദികളിൽ വെച്ചും കൊള്ളക്കാരിൽ നിന്നും സ്വന്തക്കാരിൽ നിന്നും വിജാതീയരിൽ നിന്നും. 50-ാമത്തെ ചോദ്യം, എവിടെയൊക്കെ വെച്ച് ഞാൻ അപകടങ്ങളിൽ അകപ്പെട്ടു എന്നാണ് ശ്ലീഹ പറഞ്ഞത്? നഗരത്തിൽ വെച്ചും വിജനപ്രദേശത്ത് വെച്ചും കടലിൽ വെച്ചും. 51-ാമത്തെ ചോദ്യം, ആരിൽ നിന്നുള്ള അപകടങ്ങൾക്കും ഞാൻ അതീതനായി എന്നാണ് ശ്ലീഹ പറഞ്ഞത്? വ്യാജ സഹോദരരിൽ നിന്നുള്ള. 52-ാമത്തെ ചോദ്യം, എങ്ങനെയൊക്കെ ഞാൻ ജീവിച്ചു എന്നാണ് ശ്ലീഹ പറഞ്ഞത്? കഠിനാധ്വാനത്തിലും വിഷമസന്ധികളിലും നിരവധി രാത്രികളിലെ ജാഗരണത്തിലും വിശപ്പിലും ദാഹത്തിലും പലപ്പോഴും ഉപവാസത്തിലും തണുപ്പിലും നഗ്നതയിലും ഞാൻ ജീവിച്ചു എന്ന്. 53-ാമത്തെ ചോദ്യം, ആരെക്കുറിച്ചുള്ള ഉത്കണ്ഠ അനുദിനം എന്നെ അലട്ടിക്കൊണ്ടുമിരിക്കുന്നു എന്നാണ് ശ്ലീഹ പറഞ്ഞത്? സകല സഭകളെക്കുറിച്ചുള്ള എൻ്റെ ഉത്കണ്ഠ. 54-ാമത്തെ ചോദ്യം പൂരിപ്പിക്കുക. ആര് ബലഹീനനാകുമ്പോഴാണ് ഞാൻ ബലഹീനനാകാതിരിക്കുന്നത്? 55-ാമത്തെ ചോദ്യം പൂരിപ്പിക്കുക. ആര് തെറ്റ് ചെയ്യുമ്പോഴാണ് എൻ്റെ കത്തി എരിയാത്തത്? ഹൃദയം. 56-ാമത്തെ ചോദ്യം, എനിക്ക് പ്രശംസിക്കണമെന്നുണ്ടെങ്കിൽ എന്തിനെക്കുറിച്ചായിരിക്കും ഞാൻ പ്രശംസിക്കുക എന്നാണ് ശ്ലീഹ പറഞ്ഞത്? എൻ്റെ ബലഹീനതകളെക്കുറിച്ച്. 57-ാമത്തെ ചോദ്യം, എങ്ങനെയുള്ള ദൈവം ഞാൻ വ്യാജം പറയുകയില്ലെന്നറിയുന്നു എന്നാണ് ശ്ലീഹ പറഞ്ഞത്? കർത്താവായ യേശുവിൻ്റെ ദൈവവും പിതാവും എന്നേക്കും വാഴ്ത്തപ്പെട്ടവനുമായ ദൈവം. 58-ാമത്തെ ചോദ്യം, ദമാസ്കസിൽ വെച്ച് ശ്ലീഹായെ പിടികൂടുന്നതിനു വേണ്ടി ആരാണ് ദമാസ്കസ് നഗരത്തിന് കാവൽ ഏർപ്പെടുത്തിയത്? അരേത്തേസ് രാജാവിൻ്റെ ദേശാധിപതി. 59-ാമത്തെ ചോദ്യം, അരേത്തേസ് രാജാവിൻ്റെ ദേശാധിപതി എവിടെ വെച്ച് ശ്ലീഹായെ പിടികൂടുന്നതിനു വേണ്ടിയാണ് ദമാസ്കസ് നഗരത്തിന് കാവൽ ഏർപ്പെടുത്തിയത്? ദമാസ്കസിൽ വെച്ച്. 60-ാമത്തെ ചോദ്യം, അരേത്തേസ് രാജാവിൻ്റെ ദേശാധിപതിയുടെ കൈകളിൽ നിന്ന് ശ്ലീഹ എങ്ങനെയാണ് രക്ഷപ്പെട്ടത്? മതിലിലുള്ള ഒരു കിളിവാതിലിലൂടെ കുട്ടയിൽ ഞാൻ താഴേക്കിറക്കപ്പെട്ടു. അടുത്ത വീഡിയോയിൽ അടുത്ത ചാപ്റ്ററിൻ്റെ ക്വസ്റ്റ്യൻ ആൻസേഴ്സ് ഇടുന്നതായിരിക്കും. താങ്ക്സ് ഫോർ വാച്ചിങ്.